ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നമുക്ക് കറണ്ട് അഫേഴ്സിന് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ചേഞ്ച് ഓഫ് ഗാർഡ് സെറമണി ഇൻ ന്യൂ ഫോർമാറ്റ്. പുതിയ രൂപത്തിൽ ഗാർഡ് മാറ്റ ചടങ്ങ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാഷ്ട്രപതി ഭവനിലെ ഗാർഡ് മാറ്റത്തിൻ്റെ പുതിയ ഫോർമാറ്റ് ഏത് തീയതി മുതലാണ് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുക? 2025 ഫെബ്രുവരി 22. അതായത് രാഷ്ട്രപതി ഭവനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ചേഞ്ച് ഓഫ് ഗാർഡ്. അതായത് ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനൊരു പുതിയ ഫോർമാറ്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ചടങ്ങിൻ്റെ പുതിയ ഫോർമാറ്റ് ഇനി മുതൽ, അതായത് 2025 ഫെബ്രുവരി 22 മുതൽ ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ആ ഫോർമാറ്റ്. മ്യൂസിക് ബാൻഡും പരേഡും ലേസർ ഷോ എന്നിവയെല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പുതിയ ഫോർമാറ്റ് ആണ് ഇനി രാഷ്ട്രപതി ഭവനിലെ ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു സെറിമണി. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിലെ ഒരു ആചാരപരമായ പരിപാടിയായി സൈനിക പാരമ്പര്യമായ ചേഞ്ച് ഓഫ് ഗാർഡ് ഏത് വർഷത്തിലാണ് അവതരിപ്പിച്ചത്? 2007. ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ട്രഡീഷൻ ആണ്, ഒരു സൈനിക പാരമ്പര്യമാണ്. ഒരു സെറിമോണിയൽ ഈവൻ്റ് ആയിട്ട് രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിട്ടുള്ളത് 2007. രാഷ്ട്രപതി ഭവനിലെ ഗാർഡ് മാറ്റ പരിപാടി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഏത് വർഷത്തിലാണ്? 2012. ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു സെറിമണി 2012 മുതലാണ് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് അത് നടത്തിയെങ്കിലും പബ്ലിക്കിന് വേണ്ടി അത് തുറന്നു കൊടുത്തിരുന്നില്ല. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന റെജിമെൻ്റായ പ്രസിഡന്റിൻ്റെ അംഗരക്ഷകർ ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? 1773. പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഒരു ആർമി യൂണിറ്റ് ഉണ്ട്, പ്രത്യേക ആർമി യൂണിറ്റാണ്. ഇത് നിലകൊള്ളുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. 1773 മുതൽ ഈ ഒരു പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു ആർമി യൂണിറ്റ് ആരംഭിച്ചിരുന്നു. അതായത് അത്രയും പഴക്കമുള്ള ഒരു ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനിക യൂണിറ്റാണ് പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന PBG. ഒരു കറണ്ട് അഫേഴ്സ് ആണ്. മഹാകുംഭ ഇൻ പ്രയാഗ്രാജ് സെറ്റ് വേൾഡ് റെക്കോർഡ് വിത്ത് ഓവർ 50 crore ഡിവോട്ടീസ്. പ്രയാഗ്രാജിലെ 50 കോടിയിലധികം ഭക്തരെ പങ്കെടുപ്പിച്ച ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. പ്രയാഗ്രാജിൽ 50 കോടിയിലധികം ഭക്തരെ പങ്കെടുപ്പിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഇതും ഒരു കറണ്ട് അഫേഴ്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള, ഇതിൽ 50 കോടിയിലധികം ആളുകളുടെ വരവാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 500 ദശലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മത സാംസ്കാരിക സാമൂഹിക പരിപാടി ഏതാണ്? 2025 മഹാകുംഭമേള. അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മത സാംസ്കാരിക സാമൂഹിക പരിപാടിയാണ് 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള. 45 കോടി മുതൽ 50 കോടി വരെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ അത് കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഏത് സംഗമത്തിലാണ് മഹാകുംഭമേള ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രം നടക്കുന്നത്? ത്രിവേണി സംഘം. ഗംഗ, യമുന, സരസ്വതി ഒരുമിച്ച് കൂടുന്ന ഒത്തുചേരുന്ന ആ ഒരു സംഗമത്തെ, ആ ഒന്നിനെയാണ് പറയുന്ന ത്രിവേണി സംഘം. ഇവിടെയാണ് മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്ന മഹാകുംഭമേള ഇപ്പോൾ 500 മില്യൺ, അതായത് 50 കോടിയിലധികം ആളുകൾ അവിടെ വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2025 മഹാകുംഭമേളയിലെ സന്ദർശകരുടെ എണ്ണം 500 ദശലക്ഷം കവിഞ്ഞത് ഏത് തീയതിയിലാണ്? 2025 ഫെബ്രുവരി 14. അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ കണക്കനുസരിച്ച് മഹാകുംഭമേളയിൽ 500 മില്യൺസ്, അതായത് 50 കോടിയിലധികം ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഇനിയും ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള. പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാകുംഭമേളയിലാണ് ഇപ്പോൾ ഇത്രയും ആളുകളുടെ ഒരു വരവ് വന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഭാരത് ടെക്സ് 2025. ഭാരത് ടെക്സ് 2025 പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേളയാണ് ഭാരത് ടെക്സ് 2025. ഭാരത് ടെക്സ് 2025 ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
2025 ഫെബ്രുവരി 14 മുതൽ 17 വരെ ഭാരത് ടെക്സ് 2025 സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് ടെക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് മേള. അതായത് ടെക്സ്റ്റൈൽസ് മേളയിലെ തുണി വ്യവസായത്തിലെ ഒരു ഇന്റർനാഷണൽ ഈവന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് ടെക്സ് എന്ന് പറയുന്ന ഈ മേള. ഫെബ്രുവരി 14 മുതൽ ഫെബ്രുവരി 17 വരെയാണ് ഭാരത് ടെക്സ് 2025. അടുത്തിടെ ഭാരത് ടെക്സ് 2025 മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ആരാണ് അനാച്ഛാദനം ചെയ്തത്? കേന്ദ്ര ടെക്സ്റ്റൈൽ സെക്രട്ടറി നീലം ഷാമി റാവു. കേന്ദ്രത്തിൻ്റെ യൂണിയൻ ടെക്സ്റ്റൈൽസ് ഇതിൻ്റെ സെക്രട്ടറി ആണ് നീലം ഷാമി റാവു. നീലം ഷാമി റാവു ആണ് 2025 ഭാരത് ടെക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ മേള അതിൻ്റെ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആരാണ്? ഇപ്പോഴത്തെ കറണ്ട് യൂണിയൻ ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ. ഇപ്പോഴത്തെ കറണ്ട് ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ ആണ് ഗിരിരാജ് സിംഗ്. മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് ഗിരിരാജ് സിംഗ്. ഭാരത് ടെക്സ് 2025 എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ലധികം വാങ്ങുന്നവർ പങ്കെടുത്തു? 120 രാജ്യങ്ങൾ. അതായത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ ഒരു വലിയൊരു സംഗമം എന്ന് പറയാൻ പറ്റും ഭാരത് ടെക്സ്. ഈ ഭാരത് ടെക്സിൽ ഏതാണ്ട് 120 രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ഓളം ബയേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റൈൽസ് പങ്കെടുക്കുന്നതിന് വേണ്ടി. അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് മേളയാണ് ഭാരത് ടെക്സ് 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. ഇന്ന് ഈ ടെക്സ്റ്റൈൽസ് മേള അവസാനിക്കുകയാണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യസ് ഗുൽവീർ സിംഗ് ബ്രേക്സ് 17-year-old നാഷണൽ റെക്കോർഡ്. ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് 17 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തകർത്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ 16 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് ആരാണ് തകർത്തത്? ഗുൽവീർ സിംഗ്. 16 ഇയേഴ്സ് ആയിട്ട് 3000 മീറ്ററിൻ്റെ ഇൻഡോർ റേസ് അത് ബ്രേക്ക് ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 16 വർഷത്തിന് ശേഷം ആ ഒരു ഇൻഡോർ 3000 മീറ്ററിൻ്റെ ആ ഓട്ട മത്സരത്തിൽ നാഷണൽ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് 16 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് ഏത് ഇനത്തിലാണ് തകർത്തത്? ബോസ്റ്റോണിലെ BU ഡേവിഡ് ഹെൻറി വാലന്റൈൻസ് ഇൻവിറ്റേഷണൽ. ബോസ്റ്റോൺ എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈവന്റ് ആണ് BU ഡേവിഡ് ഹെൻറി വാലന്റൈൻസ് ഇൻവിറ്റേഷണൽ. ഈ ഒരു ഈവന്റിൽ വെച്ചാണ് ഗുൽവീർ സിംഗ് 3000 മീറ്റർ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. 16 വർഷത്തിന് ശേഷമുള്ള ഒരു ബ്രേക്ക് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഈ വലിയ റെക്കോർഡ് ആണ് തകർത്തിട്ടുള്ളത്. പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിലെ ഏറ്റവും പുതിയ റെക്കോർഡ് എന്താണ്? 7 മിനിറ്റ് 38.26 സെക്കൻഡ്. 7 മിനിറ്റ് 38 സെക്കൻഡ് 38.26 സെക്കൻഡ് എന്ന ആ റെക്കോർഡ് ആണ് ഇപ്പോൾ തകർത്തിട്ടുള്ളത്. 16 വർഷത്തിന് ശേഷം പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് ആരുടെ റെക്കോർഡ് മറികടന്നു? 2008 സുരേന്ദർ സിംഗ്. സർവീസസ് ബോർഡിൻ്റെ ഒരു താരമായിരുന്നു സുരേന്ദർ സിംഗ്. 2008 സുരേന്ദർ സിംഗ് ഈ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആ റെക്കോർഡിൻ്റെ പുതിയ ടൈമിംഗ് ആണിപ്പോൾ 7 മിനിറ്റ് 38.26 സെക്കൻഡ് കൊണ്ട് ഗുൽവീർ സിംഗ് തകർത്തിട്ടുള്ളത്. ഈ ഈവന്റ് നടന്നിട്ടുള്ളത് ബോസ്റ്റോൺ എന്ന സ്ഥലത്താണ്. ബോസ്റ്റോൺ ഇത് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് മെസാച്യൂസെറ്റ്സിന്റെ ക്യാപിറ്റൽ ആണ് ബോസ്റ്റോൺ. അമേരിക്കയിലെ ആദ്യത്തെ 13 സ്റ്റേറ്റ് രൂപീകരിച്ചപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ് ആയിരുന്നു മെസാച്യൂസെറ്റ്സിന്റെ തലസ്ഥാനമാണ് ബോസ്റ്റോൺ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് ബോസ്റ്റോൺ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ചൈന ടു ബിൽഡ് ഫസ്റ്റ് എവർ ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ഇൻ സൗത്ത് ചൈന സീ. ദക്ഷിണ ചൈന കടലിൽ ചൈന ആദ്യത്തെ ആഴക്കടൽ ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കും. ദ ഡീപ് സ്പേസ് സ്റ്റേഷൻ ഇൻ സീ. ദ ഫസ്റ്റ് ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ഇൻ സൗത്ത് ചൈന. ഇന്റർനാഷണൽ ലെവലിലെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് കടലിലാണ് ചൈന ഒരു ആഴക്കടൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്? ചൈന കടൽ. ചൈന കടലിലാണ് ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന ഡീപ് സീ റിസർച്ച് ഫെസിലിറ്റി. ചൈന അതിനുവേണ്ടിയുള്ള അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയിലെ ആഴക്കടൽ ഗവേഷണ കേന്ദ്രം ഏത് വർഷത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? 2030.
2030 ആണ് ഈ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത്. അതായത് ഡീപ് സീ റിസർച്ച് ഫെസിലിറ്റി. ഈ റിസർച്ച് ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രാജ്യമായിരിക്കുള്ളൂ ഇത്തരത്തിലുള്ള ഒരു റിസർച്ച് ഫെസിലിറ്റി. ഇന്ന് ബഹിരാകാശത്ത് നമുക്ക് സ്പേസ് സ്റ്റേഷൻസ് രണ്ടാണുള്ളത്. ഒന്ന് ISS ആണ്, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നാസയുടെ. അതേപോലെ തന്നെ ചൈനയുടെ ആണെങ്കിൽ ടിയാങ്കോങ്. അപ്പോൾ ടിയാങ്കോങ് അതൊരു ബഹിരാകാശത്താണെങ്കിൽ ഇപ്പോൾ കടലിനകത്ത് പെർമനൻ്റ് ആയിട്ട് ഒരു സ്റ്റേഷൻ വരാൻ പോവുകയാണ് ചൈനയുടെ. 2030 ഇത് പ്രാവർത്തികമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിലെ പുതുതായി അംഗീകരിച്ച ആഴക്കടൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഴം എത്രയായിരിക്കും? 6560 അടി, 2000 മീറ്റർ. 2000 മീറ്റർ താഴെയുള്ള ഒരു സ്ഥലത്തായിരിക്കും ചൈനയുടെ ഈ പുതുതായിട്ട് വരാൻ പോകുന്ന ആഴക്കടൽ ഗവേഷണ കേന്ദ്രം. എത്ര ശാസ്ത്രജ്ഞരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചൈനയുടെ ഒരു ആഴക്കടൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിന് പുതുതായി അംഗീകാരം ലഭിച്ചു? 6 ശാസ്ത്രജ്ഞർ, അതായത് 6 സയൻറ്റിസ്റ്റിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡീപ് സീ റിസർച്ച് ഫെസിലിറ്റിയാണ് ഇപ്പോൾ ചൈന കടലിൽ വരാൻ പോകുന്നത്. അതായത് 2000 മീറ്റർ താഴെയുള്ള ഒരു പ്രദേശത്തായിരിക്കുള്ളൂ ചൈനയുടെ ഈ ഒരു പുതിയൊരു മാറ്റം വരാൻ പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ലെവലിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ജോതം നാപ്പത്ത് വാസ് ഇലക്റ്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ. ജോതം നാപ്പത്ത് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജോതം നാപ്പത്ത് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു? വാനുവാട്ട് എന്ന സ്ഥലം. ഏതാണ്ട് 80ഓളം ദ്വീപുകളുടെ ഒരു ദ്വീപ സമൂഹമാണ് വനൌട്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഏതാണ്ട് 1750 കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപ സമൂഹമാണ് വനൌട്ട്. ഇവിടെയുള്ള ഒരു ഐലൻഡ് ആണ് വനൌട്ട്. വനൌട്ടിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ജോതം നാപ്പത്ത്. വനൌട്ടിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് വില. വനൌട്ട് എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് വില. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20ഓളം കറണ്ട് അഫയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട GK ആണ് നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.